ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ അനുബന്ധ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നോക്കിയേ, അതിൽ നമുക്ക് ചോദിച്ച ഒരു ചോദ്യം കൺജങ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബോത്ത് ആൻഡ് വരുന്ന ഒരു ഉത്തരവൊക്കെ വരുന്ന ചോദ്യം കൺജങ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുപോലെ വരുന്ന ഒരു ചോദ്യമാണ് ഹാർഡ്ലി ഹാഡ് ഹി റീച്ച്ഡ് ഹോം ഡാഷ് ഹി ഫെൽ ആൻഡ് ബ്രോക്ക് ഹിസ് ലെഗ്. അപ്പൊ തന്നിരിക്കുന്നത് കൺജങ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹാർഡ്ലി വരുന്ന സെന്റൻസ് മറുഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹാർഡ്ലി വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് എന്ത് വരണം? വെന്ന് ഉത്തരമായിട്ട് വരും. അപ്പൊ ഹാർഡ്ലി വെന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് ഈ കൺജങ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗണുകളെയോ അല്ലെങ്കിൽ വെർബുകളെയോ അല്ലെങ്കിൽ സെന്റൻസുകളെയോ പരസ്പരം യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻസ്. ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് വേർഡ്. ഓക്കെ, പലതരം കൺജങ്ഷൻസ് ഉണ്ട്. കോഓർഡിനേറ്റ് കൺജങ്ഷൻ, അതുപോലെ കോറിലേറ്റീവ് കൺജങ്ഷൻ, അതുപോലെ സബോർഡിനേറ്റ് കൺജങ്ഷൻ. ഇങ്ങനെ 3 തരത്തിൽ തിരിക്കാറുണ്ട്. നമുക്കിപ്പം എങ്ങനെ കൺജങ്ഷൻസ് വെച്ച് ഉത്തരങ്ങൾ എഴുതാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ചില ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ നമുക്ക് കുറച്ച് കൺജങ്ഷൻസിന്റെ ഒക്കെ അർത്ഥം അറിഞ്ഞിരുന്ന ഉത്തരം എഴുതണം. ചില കൺജങ്ഷൻസ് കോമ്പിനേഷൻ കൺജങ്ഷൻസ് ആണ്. ഒരു ഭാഗം, അതായത് നോട്ട് ഓൺലി വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് എന്ത് വന്നിരിക്കണം? ബട്ട് ആൾസോ വരണം. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, ഏതൊക്കെ വാക്കുകൾ? ഹാർഡ്ലി, അതേപോലെ എന്ത് ചെയ്യുന്നൂടെ? സ്കേഴ്സ്ലി, അതേപോലെ റെയർലി, അതേപോലെ ബെയർലി. ഈ വാക്കുകൾ വരുന്ന സെന്റൻസിൽ മറുഭാഗത്ത് എന്ത് വരണം? ഈ വാക്കിനോടൊപ്പം ചേരുന്ന മറ്റു വാക്കാണ് വെൻ എന്ന് പറയുന്നത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി പ്ലസ് വെൻ. നോട്ട് ഓൺലി വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് ബട്ട് ആൾസോ വരണം. നോട്ട് ഓൺലി, ബട്ട് ആൾസോ. സോ വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് സോ ദാറ്റ് വരണം. സോ ദാറ്റ്. എയ്തർ വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് ഓർ വരണം. എയ്തർ ഓർ. നെയ്തർ വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് എന്ത് വരണം? നോർ വരണം. നെയ്തർ നോർ. ബോത്ത് വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ആൻഡ് വരണം. ബോത്ത് ആൻഡ് വരണം. ബോത്ത് ആൻഡ്. ഓക്കെ, ഇനി അതേപോലെ ചില കൺജങ്ഷൻസ് ഉണ്ട്. ചില കൺജങ്ഷൻസ് അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഒന്നാമത് ബട്ട്. ഈ ബട്ടിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ബട്ട് എങ്കിലും എന്നർത്ഥത്തിൽ പറയുന്നു. ബട്ട് എങ്കിലും എന്നർത്ഥത്തിൽ പറയുന്നു. അതുപോലെ വരുന്ന മറ്റൊരു കൺജങ്ഷൻ ആണ് ഓർ എന്ന് പറയുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ അഥവാ എന്നർത്ഥത്തിൽ പറയുന്നു. അഥവാ എന്നർത്ഥത്തിൽ പറയുന്നു. അതേപോലെ ഇഫ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. ഇഫ് എങ്കിൽ, അങ്ങനെ എങ്കിൽ എന്നർത്ഥത്തിൽ പറയുന്നു. എങ്കിൽ നമ്മൾ അങ്ങനെ എങ്കിൽ എന്നൊക്കെ പറയില്ലേ. അതുപോലെ വരുന്ന മറ്റൊരു കൺജങ്ഷൻ ആണ് അൺലെസ്. അൺലെസ് എന്നാൽ എന്ത് ചെയ്യുന്നൂടെ? അങ്ങനെ അല്ല എങ്കിൽ, അങ്ങനെ അല്ല എങ്കിൽ എന്നർത്ഥത്തിൽ പറയുന്നു. അൺലെസ് അങ്ങനെ അല്ല എങ്കിൽ എന്നർത്ഥത്തിൽ പറയുന്നു. ബിക്കോസിന്റെ അർത്ഥമാണെങ്കിലാ ബിക്കോസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നർത്ഥത്തിൽ പറയുന്നു. ബിക്കോസ് അതുകൊണ്ട് എന്നർത്ഥത്തിൽ പറയുന്നു. ഓക്കെ, അതുപോലെ വരുന്നതാണ് എയ്തർ എന്ന് പറഞ്ഞാൽ ഒന്നു മാത്രമല്ല. എയ്തർ ഒന്നു മാത്രമല്ല എന്നർത്ഥത്തിൽ പറയുന്നു. ഒന്നു മാത്രമല്ല. നെയ്തർ ആണെങ്കിൽ ഒന്നുമില്ല എന്നർത്ഥത്തിൽ പറയുന്നു. നെയ്തർ ഒന്നുമില്ല എന്നർത്ഥത്തിൽ പറയുന്നു. അസൂണസ് എന്ന മീനിങ്. അസൂണസ് അതൊരു കൺജങ്ഷൻ ആണ്. അസൂണസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എന്നർത്ഥത്തിൽ പറയുന്നു. അസൂണസ് അപ്പോൾ തന്നെ. എന്നാൽ അസ്ലോങ്ങസ് എന്ന് പറഞ്ഞാൽ എത്ര കാലത്തോളം. അസ്ലോങ്ങസ് എത്ര കാലത്തോളം എന്നർത്ഥത്തിൽ പറയുന്നു. ആൾദോ എന്ന് പറഞ്ഞാൽ ആൾദോ എന്നിട്ട് എന്നർത്ഥത്തിൽ പറയുന്നു. ആൾദോ എന്നിട്ട്. ഇങ്ങനെയുള്ള കൺജങ്ഷൻസ് ഓർമ്മയിരിക്കുക. അപ്പൊ ഇത്തരം കൺജങ്ഷൻസ് വെച്ച് പല തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, രണ്ടാമത്തത് കൺജങ്ഷൻ വെച്ച് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ വരാറുണ്ട്, മൂന്നാമത്തെ അർത്ഥം നോക്കി എഴുതാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പൊ നോക്കി വയ്ക്കുക. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് വെന്ന് വരണം. നോട്ട് ഓൺലി വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ബട്ട് ആൾസോ വരണം. സോ വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് ദാറ്റ് വരണം. എയ്തർ വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ഓർ വരണം. നെയ്തർ വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് നോർ വരണം. ബോത്ത് വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ആൻഡ് വരണം. അതുപോലെ ടു വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് TO2 ആണെങ്കിൽ മറുഭാഗത്ത് TO2 വരണം. ഇനി കുറച്ച് വാക്കുകളുടെ അർത്ഥമാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ദ ഡോഗ് ഡാഷ് ഇൻ ദ പാർക്ക് എവരി ഡേ. ദ ഡോഗ് ഡാഷ് ഇൻ ദ പാർക്ക് എവരി ഡേ.
റൺ ഓപ്ഷനിലുണ്ട്, ഈസ് റണ്ണിങ് ഉണ്ട്, റൺസ് ഉണ്ട്, റണ്ണിങ് ഉണ്ട്. നോക്കിയേ, എവരി ഡേ സെന്റൻസിൽ വന്നിരിക്കുന്നുണ്ട് ഉത്തരം റൺസ് വരും. കാരണം എന്താണ് മക്കളെ, നമ്മൾ പഠിച്ചതാണ് എന്ത് ചെയ്യും, ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു ടെൻസുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യുന്നു ഒരു ചോദ്യം. ഇപ്പൊ ടെൻസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ കോഡ് വെച്ചിട്ടാണ് പഠിച്ചത്. എന്റെ സോളി, ENTA എന്റെ സോളി, SOLY സോളി പ്ലസ് V1 or S. ഈയിൽ വരുന്ന വാക്ക് എവരി, ഈയിൽ വരുന്ന വാക്ക് എവരി. എന്നിൽ വരുന്ന വാക്ക് നെവർ, എന്നിൽ വരുന്ന വാക്ക് നെവർ. ടീയിൽ വരുന്ന രണ്ട് വാക്ക് ട്വൈസ്, അതേപോലെ ത്രൈസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്, എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. എസിൽ വരുന്ന വാക്ക് സെൽഡം, അതുപോലെ സംടൈംസ്, അതുപോലെ സെവറൽ ടൈംസ്. സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓയിൽ വരുന്ന വാക്ക് വൺസ്, അതേപോലെ ഓഫൺ, വൺസ് ഓഫൺ. എൽവയിൽ അവസാനിക്കുന്ന വാക്കാണെങ്കിൽ യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, അതേപോലെ ഒക്കേഷണലി. യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഒക്കേഷണലി, ഹാബിച്വലി, റെഗുലർലി, ഹാബിച്വലി, റെഗുലർലി, റെയർലി. ഇപ്പൊ യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഒക്കേഷണലി, ഹാബിച്വലി, റെഗുലർലി, റെയർലി, അതുപോലെ നോർമലി. അടുത്ത വാക്കാണ് നോർമലി. ഇനി ആനുവലി, അടുത്ത വാക്ക് ആനുവലി. അടുത്ത വാക്ക് ഇയർലി, ആനുവലി, ഇയർലി. അടുത്ത വാക്ക് മന്ത്ലി, അടുത്ത വാക്ക് വീക്കിലി, മന്ത്ലി, വീക്കിലി. ലാസ്റ്റ് ഡെയിലി, ഡെയിലി. ഏതൊക്കെ വാക്കുകളാണ്? യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഒക്കേഷണലി, ഹാബിച്വലി, റെഗുലർലി, റെയർലി, ആനുവലി, മന്ത്ലി, വീക്കിലി, ഡെയിലി. ഈ വാക്കുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V1 എഴുതാം, അല്ല എങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബ്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബ് എഴുതുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 ഉത്തരമായിട്ട് എഴുതുക. നോക്കടോ, ഇവിടെ ഡോഗ്സ്, ഡോഗ് എന്ന് പറയുന്നത് സിംഗുലാർ, അതുകൊണ്ട് നമ്മൾ എസിൽ അവസാനിക്കുന്ന വെർബായിട്ടുള്ള റൺസ് എഴുതി. ഓക്കെ, അടുത്ത് നോക്കിയേ, സ്റ്റുഡൻസ് ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്. ചേഞ്ച് ഇൻ ടു പാസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസീവ് വോയിസ് നമ്മൾ എളുപ്പത്തിൽ പറയാം. ബി ഫോം ഓക്സിലറീസ് ആണ് വരുന്നതെങ്കിൽ, ബി ഫോം ഓക്സിലറി വരുന്ന സെന്റൻസുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ, ബി ഫോം ഓക്സിലറി ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വെയർ വരുന്നൊരു ചോദ്യമാണെങ്കിൽ അതിന്റെ പാസീവ് വോയിസിൽ ബീയിങ് കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. ബീയിങ് കഴിഞ്ഞ് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. ഹാവ് ഫാമിലി വരുന്ന ചോദ്യങ്ങളാണ് തരുന്നതെങ്കിൽ, ഹാവ് ഫാമിലി ഏതാണ്? ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന ഒരു ചോദ്യമാണെങ്കിൽ അതിന്റെ പാസീവ് ബീൻ കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. ബീൻ പ്ലസ് V3. ഇനി മൊഡാൽ ഓക്സിലറി വരുന്ന ചോദ്യങ്ങളാണ് കിടക്കുന്നതെങ്കിൽ ആ മൊഡാൽ ഓക്സിലറി വെർബ്, അതായത് വില്ല് മുതൽ ഓട്ടിട്ട് വരെയുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ അതിൽ ഏതെങ്കിലും ഓക്സിലറി വരുന്ന ചോദ്യമാണെങ്കിൽ ബി കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. ബി പ്ലസ് V3. ഇനി സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന സെന്റൻസ്, സിമ്പിൾ പ്രസന്റ് ആണ് എങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? V1 എസിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഈസ്, ആം, ആർ കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. ഈസ്, ആം, ആർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്റെ പാസീവ് പറയാൻ പറഞ്ഞ എങ്ങനെ മനസ്സിലാക്കാം? സിമ്പിൾ പാസ്റ്റ് ആണെന്ന് വാസ് അല്ലെങ്കിൽ വേർ വരുന്ന ചോദ്യം ആണെങ്കിൽ വാസ്, സോറി വാസ് അല്ലെങ്കിൽ വേറല്ല, സിമ്പിൾ പാസ്റ്റ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യം എങ്കിൽ എങ്ങനെ എന്റെ പാസീവ് എഴുതാം? വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. വാസ് ഓർ വെയർ പ്ലസ് V3. നോക്കിയാണ്ടോ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 6 വരുന്ന ചോദ്യം. അപ്പൊ നമ്മൾ ഈസ്, ആം, ആർ, വാസ്, വെയർ ആണെങ്കിൽ എന്ത് വരുന്ന ഓപ്ഷൻ നോക്കാൻ പറഞ്ഞു? ബീയിങ് കഴിഞ്ഞ് V3 വരുന്നു. ഒന്നാമത്തെ ഓപ്ഷനിൽ ബീയിങ് ഒന്നുമില്ല, രണ്ടാമത്തെ ഓപ്ഷനിൽ കണ്ട ബീയിങ് കിടക്കുന്നു, കഴിഞ്ഞിട്ട് V3 കിടക്കുന്നു. ഉത്തരം ബി ഓപ്ഷൻ. ഇനി മൂന്നാമത്തേൽ ഇല്ല, നാലാമത്തേൽ ഇല്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഫ്യൂ എന്നത് നെഗറ്റീവ് വേർഡാണ് കേട്ടോ. ഫ്യൂ, ലിറ്റിൽ ഇതൊക്കെ നെഗറ്റീവ് വേർഡാണ്. ഫ്യൂ വരുന്ന സെന്റൻസുകളിൽ നമുക്ക് എന്തെടുക്കാം? ദേ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഇത് നെഗറ്റീവ് വേർഡാണ്. ഇനി ന്യൂ എന്നത് V2 ആണ്. V2 വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഓക്സിലറി എടുക്കാം? ഡിഡ് എടുക്കാം. അപ്പൊ ഡിഡ്, ഡിഡ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നത്. ഡിഡ് ദേ. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ഓക്സിലറി വെർബ് എഴുതി, അതുപോലെ സബ്ജക്റ്റ് എഴുതി, ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഓക്സിലറി, സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്.
ഇനി തന്നിരിക്കുന്ന ഒരു എ ഫ്യൂ എന്നാണ് കിടന്നെങ്കിൽ സെന്റൻസ് പോസിറ്റീവ് ആയിരുന്നു. ദ ഫ്യൂ എന്ന് പറഞ്ഞാലും സെന്റൻസ് പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ ഫ്യൂ ലിറ്റിൽ നെഗറ്റീവ് വേർഡ് ആണ്, ഓക്സിലറി ഇല്ലാത്തതുകൊണ്ട് ഓക്സിലറി കണ്ടെത്താം. വെർബ് V1 ആണെങ്കിൽ നമുക്ക് എന്ത് ഓക്സിലറി എടുക്കാം? ഡു വെച്ചിട്ട് ആഗ് ചെയ്യാം. വെർബ് V2 ആണെങ്കിൽ ഡിഡ് വെച്ചിട്ട് ആഗ് ചെയ്യാം. വെർബ് എസ്സിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഡസ് വെച്ചിട്ട് ആഗ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യം. അടുത്ത ചോദ്യം നോക്കിയേ. ഹി ടോക്സ്, ഹി ടേക്സ് പ്രൈഡ് ഡാഷ് ഹിസ് സൺ. നമുക്ക് പ്രൈഡ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓഫ് ഉണ്ട്, ഇന്നുണ്ട്, പിന്നെ എബൌട്ട് ഉണ്ട്, പിന്നെ അതേപോലെ ഫോർ ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തില് പ്രൈഡ് കഴിഞ്ഞിട്ട് പ്രൈഡിനോടൊപ്പം ചേരുന്ന പ്രൈഡ് ഇൻ ആണ് കേട്ടോ. പ്രൈഡ് ഇൻ, പ്രോഗ്രസ്, പ്രൈഡ്. അപ്പം നമ്മൾ പഠിക്കാം ട്രസ്റ്റ് എന്ന വാക്ക് കഴിഞ്ഞാൽ ഇന്ന് ചേർത്ത് പറയുക. പിന്നെ അതേപോലെ ബിലീവ് എന്ന വാക്ക് കഴിഞ്ഞാൽ ഇന്ന് ചേർത്ത് പറയുക. പ്രോഗ്രസ് എന്ന വാക്ക് കഴിഞ്ഞാൽ അതിനോടൊപ്പം ഇന്ന് ചേർത്ത് പറയുക. പ്രോഗ്രസ്, പ്രൈഡ് കഴിഞ്ഞാൽ ഇന്ന് ചേർത്ത് പറയുക. സക്സസ് കഴിഞ്ഞാൽ ഇന്ന് ചേർത്ത് പറയുക. സക്സസ്, പ്രോഗ്രസ്, പ്രൈഡ്, സക്സസ് ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഇന്ന് ചേർത്തിട്ട് പറയുക. ഓക്കെ. എക്സ്പേർട്ട് ഇൻ, എക്സ്പേർട്ട് കഴിഞ്ഞാൽ ഇന്ന് ചേർത്തിട്ട് പറയുക. എക്സ്പേർട്ട് കഴിഞ്ഞാൽ ഇന്ന് ചേർക്കുക. ഒരു വസ്തുവിന് ഉള്ളിലിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഇന്നാണ് പറയുന്നത്. ബുക്ക് ഇൻ ദി ബാഗ്. ഓക്കെ. ഒരു കെട്ടിടത്തിനുള്ളിലിരുന്ന് ജോലി ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും ഇന്നാണ് ചേർക്കുന്നത്. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്. ഓക്കെ. പണമിടപാട് പണത്തിന്റെ രൂപത്തിലാണെങ്കിൽ ഇന്ന് ചേർത്ത് വേണം. ക്യാഷിന്റെ മുന്നിൽ ഇന്ന് ചേർക്കുക. മൈ സാലറി ഇൻ ക്യാഷ്. എന്നാൽ ചെക്ക്, ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ് ഇവയ്ക്ക് മുന്നിൽ ബൈ ചേർത്ത് വേണം. ചെക്ക്, ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ് ഇവയാണെങ്കിൽ ബൈ ചേർത്തിട്ട് പറയണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. അൾട്രാസോണിക് വേവ്സ് ഡാഷ് ഏബിൾ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് പ്രിഫിക്സ് സഫിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾക്ക് മുന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് പ്രിഫിക്സ്. പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾക്ക് പിന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് സഫിക്സ്. നമുക്ക് അത്തരത്തിലൊരു ചോദ്യം ഉണ്ടായിരുന്നു ഡിഗ്രി പ്രിലിംസിന്. അപ്പൊ നോക്കിയേ, ഇവിടെ ഏബിൾ ആണ് കിടക്കുന്നത്, ഇന്നുണ്ട്, ഡിസ് ഉണ്ട്, എന്നുണ്ട്, അണ്ണുണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏത് വരുന്നോടെ? എനേബിൾ, എന്നാണ് ഇത് ഉത്തരമായിട്ട് വരുന്നത്. എനേബിൾ മീൻസ് തൊട്ട് മനസ്സിലാക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. എനേബിൾ എന്ത് ചെയ്യുന്നുള്ള ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ പ്രിഫിക്സ് വാക്കുകൾക്ക് മുന്നിൽ ചേർക്കുന്നു. നമുക്കൊരു വാക്കിന് മുന്നിൽ ആന്റി, ANTI, ആന്റി എന്ന വാക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം, അതിന്റെ മീനിങ് എഗെയിൻസ്റ്റ് എന്നാണ് കേട്ടോ. ആന്റി മീൻസ് എഗെയിൻസ്റ്റ് എന്ന അർത്ഥത്തിൽ വരുന്നു. ആന്റി, എഗെയിൻസ്റ്റ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി DE ആ വാക്കിന് മുന്നിൽ ചേർക്കുന്നെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് നൽകുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും വരുന്നത്. ഇനി അതേപോലെ പ്രീ ആണെങ്കിൽ PRE, പ്രീ എന്ന വാക്കാണ് ഒരു വാക്കിന്റെ മുന്നിൽ ചേർത്ത് പറയുന്നതെങ്കിൽ ബിഫോർ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. പ്രീ ആണ് വരുന്നതെങ്കിൽ അതിന്റെ മീനിങ് ബിഫോർ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിഫോർ എന്ന അർത്ഥത്തിൽ പറയുന്നത്. ഓക്കെ. ഇനി RE ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ മീനിങ് വരുന്ന എഗെയിൻ എന്നാണ്, വീണ്ടും എന്ന അർത്ഥത്തിൽ പറയുന്നത്. എഗെയിൻ നമ്മൾ റീയൂണിയൻ എന്നൊക്കെ പറയില്ലേ, വീണ്ടും ഒത്തുചേരുക, എഗെയിൻ. ഇനി അണ്ണാണ് ഒരു വാക്കിന്റെ മുന്നിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്ത് ചെയ്യുന്നു? നോട്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ആ വാക്കിന്റെ അർത്ഥം നോട്ട് എന്ന മീനിങ്ങിൽ വരും. അൺഹാപ്പി, ഹാപ്പി, നോട്ട്. അൺ ചേർത്ത് പറയുമ്പോൾ നോട്ട് ഹാപ്പി എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അൺ ചേർത്ത് പറയുമ്പോൾ ഇല്ല. MIS ആണെങ്കിൽ മിസ് എന്ന വാക്ക് അല്ലെങ്കിൽ അക്ഷരമാണ് ഒരു വാക്കിന് മുന്നിൽ ചേർത്തുണ്ടെങ്കിൽ റോങ്, തെറ്റ് എന്ന അർത്ഥം നൽകാനാണ് ഉപയോഗിക്കുന്നത്. മിസ്പെൽഡ് വേർഡ്, മിസ്പെൽഡ്. ഓക്കെ. മിസ്പെൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? തെറ്റായിട്ടുള്ളത്. ഇനി അതേപോലെ DIS ആണ് വരുന്നതെങ്കിൽ, ഡിസ് എന്ന വാക്കാണ് വരുന്നതെങ്കിൽ നോട്ട്, അല്ല എന്ന അർത്ഥം നൽകും. എഗ്രി, അതിന്റെ മുന്നിൽ ഡിസ് ചേർക്കും, ഡിസ്എഗ്രി, അങ്ങനെ അല്ല എന്ന അർത്ഥത്തിൽ തരുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പഠിക്കുക. കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് പഠിക്കുക. രണ്ട് പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അതിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. ഓക്കെ. ബർത്ത് ഒരു വാക്ക്, ഡേ മറ്റൊരു വാക്ക്, ബർത്ത് ഡേ. ഇനി സ്കൂൾ ബസ് കോമ്പൗണ്ട് വേർഡ്, സ്കൂൾ ഒരു വാക്ക്, ബസ് മറ്റൊരു വാക്ക്. ടേബിൾ ക്ലോത്ത്, ടേബിൾ ഒരു വാക്ക്, ക്ലോത്ത് മറ്റൊരു വാക്ക്. ഓക്കെ. അതേപോലെ ഫ്ലോർ ക്ലീനർ, ഫ്ലോർ ഒരു വാക്ക്, ക്ലീനർ മറ്റൊരു വാക്ക്. ഓക്കെ. ഇനി അതേപോലെ കീബോർഡ്, ബെഡ്റൂം. ഓക്കെ. ഇങ്ങനെ വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് കോമ്പൗണ്ട് വേർഡ്. രണ്ട് പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു അർത്ഥം ഉണ്ടാക്കുന്ന വാക്കുണ്ടാക്കിയാൽ കോമ്പൗണ്ട് വേർഡ്. എന്നാൽ പ്രിഫിക്സും സഫിക്സും തമ്മിൽ വ്യത്യാസമാണെങ്കിൽ
വാക്കുകൾക്ക് മുന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടത്തിനോ പറയുന്ന പേര്. പ്രിഫിക്സ് വാക്കിന് പിന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെ